ആദ്യം ഒരു ചെറിയ ജാർ എടുത്ത് അതിലോട്ട് തക്കാളി കഷ്ണം ഇട്ട് കൊടുക്കുക. ശേഷം 4 സ്പൂൺ വറ്റല്ലൂർ മുളക്, അതിനുശേഷം ഈ ചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്നും തുറന്നരുത്, തുറക്കാണ്ടില്ല. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഓണാക്കി ചട്ടി ചൂടായാൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഗൈസ്, മീൻ തലക്കറിക്കൊപ്പം കുഞ്ഞമത്തി ഫ്രൈ കൂടെയാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. ഗൈസ്, ചട്ടി ചൂടായി പുക വന്നാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ തലയിൽ ഇതിപ്പോൾ റെക്കോർഡാണ്, കൊളാക്കല്ലേ. ഫസ്റ്റ് വീഡിയോനെ കൊളാവണ എല്ലാ ലക്ഷണം കാണുന്നു. കരയല്ലേ ചെയ്യാം. ഓക്കെ, ഇനി എണ്ണ തിളച്ചു കഴിഞ്ഞാൽ കുറച്ച് കടുകും ഉലുവയും, എണ്ണ തിളച്ചു ഗൈസ്. കടുക് ഇടാൻ പോവാണ്. അതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആകെ ഇവിടെ പൊട്ടിയത്. ഓക്കെ, കടുകിനോട് കൂടെ കുറച്ച് ഉലുവയും, ഇതിലോട്ട് നേരത്തെ ഞാൻ അരച്ചു വെച്ചിരുന്ന മറ്റേ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ഇതിലോട്ട് ചേർക്കണമെങ്കിൽ കഴിയുമ്പോൾ ഇങ്ങനെ അരച്ച മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരത്തെ അരച്ച് വെച്ച ഇത് റെഡിയാക്കണം. അതിന് മുന്നേ ആവശ്യത്തിന് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വാടുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കും. വാടുക മീൻസ് ഒരു ഇളം ബ്രൗൺ കളർ ആവുന്ന വരെ. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരു 3 ടീസ്പൂണാണ് കണക്ക്. എന്നിട്ട് അത് നല്ലോണം ഇളക്കി ബ്രൗൺ കളറാവണ വരെ ഇളക്കി കൊടുക്കണം. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നേരത്തെ മിക്സിയിലിട്ട്
അടിച്ച് ആ സാധനം ഇതിൽ ഒഴിച്ചു കൊടുക്കും. മിക്സിയിലിട്ട് അടിച്ചത് തക്കാളി, വെളുത്തുള്ളി, മുളക് പൊടിയൊക്കെ ആ സാധനം ഇതൊന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇതിൽ ഇട്ട് കൊടുക്കും. ഇനി ഇതിലോട്ട് നേരത്തെ ഇതാക്കി വെച്ച് അരച്ച് വെച്ച് ഇത് അയക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. വെള്ളം ഞാൻ നേരത്തെ അടിച്ചു വെച്ച മിക്സിക്ക് തന്നെ ഒഴിച്ചിട്ട് അതിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇതുള്ളത്. ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊണ്ട് ഇതൊന്ന് തിളക്കണം. അടുത്തത് ഇതിലോട്ട് കൊടംപുളി ആഡ് ചെയ്യണം. കൊടംപുളി ഇതാ കുറച്ച് ആഡ് ചെയ്താൽ അത് കറിക്ക് ഞാനിപ്പോൾ ഒരു ആഡ് ചെയ്യുന്നത് മീഡിയം പുളി അനുസരിച്ചിട്ടാണ്. ഇഷ്ടമുള്ളവർ അത് അതിലേറെ ആഡ് ചെയ്യാം. അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോൾ അതിലേറെ ആഡ് ചെയ്തിട്ടുണ്ടാക്കി എടുത്ത് നല്ലാണ്ട് ഇളക്കുക. ഫ്ലെയിം നല്ലോണം കൂടി നിൽക്കണേ. നല്ലോണം ഇളക്കാം. ഇളക്കിയിട്ട് ഇത് തിളക്കാൻ തുടങ്ങുമ്പോൾ കഴുകി വെച്ച മീനിൻ്റെ തല അത് എടുത്തിടുക. ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് ഫ്ലെയിം അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക കുറച്ച് നേരം. അത് ആ പുളിയൊക്കെ ഒന്ന് ആ ഗ്രേവിയിലോട്ടൊന്ന് കണ്ട് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടുക. നമ്മുടെ മീനെടുത്ത് അതിലിടുക. മീനൊക്കെ മുങ്ങി കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തത് തീ ഒന്നുകൂടെ കൂട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ തിക്കറി റെഡി അല്ല തലക്കറി റെഡി. തലക്കറിയുടെ കൂടെ കുഞ്ഞമ്മത്തി ഫ്രൈ കൂടെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചോറ് റെഡിയാണ്. കൂട്ടാൻ വൈതനങ്ങ